ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബസ് കാത്ത് നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയായപ്പോൾ തന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 3 സ്റ്റോപ്പോളം ഉണ്ട് കേട്ടോ ചേർത്തലയ്ക്ക്. അപ്പോൾ നമ്മൾ ചേർത്തല ചെന്നിട്ട് വേറൊരു ബസ്സിന് കയറിയാലാണ് നമ്മൾ ആ അമ്പലത്തിലേക്ക് പോകുന്നത്. ഞാൻ കാണിച്ചുകുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അതൊരു തീർത്ഥാടന അമ്പലമായതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ഒരു അമ്പലം അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കാണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് ഒരു ബസ് ഉണ്ടായിരുന്നു. ഞാൻ വേഗം ഓടിയാണ് കയറിയത്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കാണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറേ ഷോർട്സ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഒരു മൊത്തം ഇങ്ങനെ മൂടിയിട്ടേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് പുഷ്പങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു പൂക്കട കയറിയിട്ടുണ്ടായിരുന്നു. താമരയും ചെത്തിയും റോസാപ്പൂവിൻ്റെയൊക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. നമ്മുടെ മൈൻഡ് ഇച്ചിരി ഡാർക്കായിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ സെറ്റാവും കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സൈഡിലായിട്ട് ഊരിയിട്ടതിന് ശേഷം നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് കയറി കേട്ടോ. അപ്പം നമ്മൾ പുറത്തുനിന്ന് വന്നതല്ല, അപ്പം കാല് കഴുകിയിട്ടാണ് കേട്ടോ ദേവിയുടെ അടുത്ത് കയറാനായിട്ട്. അപ്പം നമ്മൾ അവിടെ കയറി കാല് കഴുകാൻ വേണ്ടി കുളത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാല് കഴുകുന്ന സമയത്ത് എന്നെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ എന്നെ കടിക്കുന്നുണ്ടായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ നടയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ മഹാവിഷ്ണുവും ശിവനും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ദേവതകളും ദേവന്മാരൊക്കെ അടുത്തടുത്തൊക്കെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചരട് പൂജിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഒരു പൂജാസാധനം വാങ്ങുന്ന ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ ചരട് വാങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ രസീത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കൗണ്ടറുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്ക് കുറഞ്ഞൊരു കൗണ്ടറിൽ കയറി ഞാൻ നമ്മളുടെ പുഷ്പാഞ്ജലിയുടെയും ചരട് പൂജയുടെയും ഒക്കെ രസീത് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ദേവിനെ കാണാൻ വളരെയധികം സുന്ദരിയായിട്ടായിരുന്നു കേട്ടോ ഇരുന്നേച്ചത്. സത്യം പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മുടെ ചരടൊക്കെ പൂച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മളോട് നിൽക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തുള്ളൂ. അത്യാവശ്യം തിരക്കുള്ളൊരു അമ്പലം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അതെല്ലാം ചെയ്ത് കിട്ടിയത്. അപ്പോൾ നമ്മുടെ പുഷ്പാഞ്ജലി കൂടെ തന്നെ ചന്ദനമുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ തൊടുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ എടുത്ത് തൊടുന്നതാണ്. ഒറ്റയാൾ പോരാളി ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നതുകൊണ്ട് തന്നെ തൊടുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വന്നെങ്കിൽ അമ്മയോ ആരെങ്കിലുമൊക്കെ ആയിട്ടാണ് തൊട്ട് തരുന്നത്, കൂട്ടുകാരാണെങ്കിൽ അവർ. അപ്പോൾ ഇത് മഹാവിഷ്ണുവിൻ്റെ ഒരു നമ്മൾ ചന്ദനമൊക്കെ തൊടുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മഹാവിഷ്ണു ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഇന്ന് പണ്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈവനിങ് ഒക്കെ നമ്മൾ കല്യാണത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇവിടെ പുറത്തു നിന്ന് എടുക്കാറുണ്ട് കണ്ടോ. ഇത് അതിനകത്തെ ഒരു ഫോട്ടോയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് ശിവൻ്റെ അടുത്ത് നിന്ന് കൂവളമാലയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാമായണ മാസത്തിന് എന്തോ ഒരു വായനയൊക്കെ അടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെ വായനയൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു വലിയ മണ്ഡപം പോലെ കെട്ടിയിട്ട് ചേച്ചിമാർ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇവിടെ പ്രധാന ഒരു വഴിപാടാണ് ഉണ്ട പുഴുങ്ങുന്നത്. അത് നമ്മൾ അവിടെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. നമുക്ക് രോഗങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ ഡെലിവറി ആയിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അമ്മമാർ നേരുന്നതാണ്. ഡെലിവറി നല്ല രീതിയിലൊക്കെ കുഞ്ഞിനെ അമ്മേനെ നന്നായിട്ട് കിട്ടാനൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ നേരുന്ന വഴിപാട് നമ്മൾ ദേവിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കാണിക്കുന്നത്. അത് കേട്ടോ, നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണിത്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വഴിപാട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ പുഴുക്ക്. അപ്പോൾ ഇവിടെ എപ്പോഴും ആളുണ്ടാകും കേട്ടോ. ഇവിടെ ആളില്ലാതെ ഇരിക്കത്തില്ല. ദേവിയുടെ അടുത്ത് എന്നും ആളുണ്ടാകും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ ഒരു വഴിപാട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ട പുഴുങ്ങുന്ന ആൾക്കാർ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം എടുത്ത് നമ്മളുടെ ഇതിനകത്തേക്ക് ഇടും കേട്ടോ. അത് നമ്മളുടെ തൊഴാൻ വരുന്ന ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഉണ്ട എടുത്തിട്ടുണ്ട്. ദേവിയുടെ ഒരു പ്രസാദമല്ലേ. അപ്പോൾ അതൊരു സന്തോഷമായിട്ടാണ് എനിക്ക്, ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ. അതൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് അവർ അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പുഴുക്കാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരെന്തോരം അത് നല്ല രീതിയിൽ നടന്നിട്ടല്ലേ ദേവിക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നത്. അവരുടെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷം. എനിക്ക് ആ ഒരു ഉണ്ട കഴിക്കാൻ പറ്റില്ല, വളരെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ചിക്കര കുട്ടികൾ ഇരിക്കും കേട്ടോ. നമ്മൾ 27 ദിവസം സത്യം പറഞ്ഞാൽ ഒരു ദേവിയാണെന്നാണ് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ജനിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുറേ നേരുന്ന അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ നേരുന്നതാണ് നമ്മൾ ദേവി ചിക്കരക്ക് ഇരുത്തിയേക്കാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് 27 ദിവസം നമ്മൾ ദേവിയായിട്ട് തന്നെയാണ് അവരെ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ ഒരു ജനുവരി ആ ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് ചിക്കരക്കുട്ടികളെ ഇരുത്തുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു വ്യൂ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അത്യാവശ്യം ഞാൻ കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പോയത്. ഈ റോഡ് 4 കൂടി ഒരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തിപ്പെടാം.
മാരക്കുളത്തുള്ള ആൾക്കാർക്ക്, ആലപ്പുഴയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക്, ചേർത്തലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ നാലുംകുടി ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കളിത്തട്ട് കേട്ടോ. അപ്പോൾ കളിത്തട്ടിലാണ് ഞാൻ കുറച്ചേരം ഇരുന്നതിന് ശേഷമാണ് പോയത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിവേദ്യമൊക്കെ കഴിഞ്ഞ് ദേവിയുടെ നട തുറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ദേവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും കേട്ടോ. അത് പുഴുങ്ങുന്ന ആൾക്കാർ വരെ ചെല്ലാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് അങ്ങോട്ട് ചെല്ലാഞ്ഞത്. വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി ഒന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മൈൻഡൊക്കെ സെറ്റ് ആയപ്പോൾ അവിടെ നിന്ന് ഞാൻ നൈസായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഉത്സവം അടിപൊളിയാണ് കേട്ടോ. ചൂട്ടുപടയണിയൊക്കെ ഉണ്ട്, കുറേ ക്രൗഡ് ഉണ്ടാവും. നമ്മളെല്ലാ ഉത്സവത്തിനും വരുന്നതാണ് കേട്ടോ. നിങ്ങൾ ഉത്സവത്തിന് വരണം, അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചേർത്തലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ഗായ്സ്, ഞങ്ങളുടെ ബസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോട്ടെ. ബൈ ബൈ. ഓക്കെ, സീ യു.